നമസ്കാരം. മറ്റൊരു സിനിമാ വിശേഷത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം റിലീസിനായിട്ട് 3 വമ്പൻ സിനിമകളാണ് തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. അതാദ്യം റിലീസിനെത്തുന്നത് തമിഴിൽ നിന്നുള്ള ഒരു സിനിമയാണ്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് ഇളയ ദളപതി നായകനായിട്ട് എത്തുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയാണ് റിലീസിനായിട്ട് എത്തുന്നത്. സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളോടുണ്ട്. പ്രഭുദേവ, പ്രശാന്ത്, അജ്മൽ അമീർ ഇവരും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നു. ഇളയ ദളപതിയുടെ 69ാമത്തെ ചിത്രമാണ്. ഓണം റിലീസായിട്ട് ആദ്യം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമയും വിജയുടെ സിനിമ തന്നെയാണ്. വിജയുടെ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമ നടന്മാർക്ക് കിട്ടാത്തൊരു അംഗീകാരമാണ് എപ്പോഴും കേരളത്തിൽ വിജയ് സിനിമകൾക്ക് ലഭിക്കാറുള്ളത്. കാരണം ഇപ്പം അവസാനമായിട്ട് ഇറങ്ങിയ ലിയോ ആണെങ്കിൽ പോലും 69 കോടിയോളം രൂപയാണ് കേരളത്തിൽ നിന്നും നേടിയത്. അതും ഓപ്പണിംഗ് ഷോയുടെ ആ ഒരു റെക്കോർഡ് പോലും നമ്മുടെ മലയാള സിനിമയിലുള്ള ആർക്കും തന്നെ ഇതുവരെ തകർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. മറ്റൊരു സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടുള്ള ലക്കി ഭാസ്കർ ആണ് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു പാൻ ഇന്ത്യൻ സിനിമ കൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സെപ്റ്റംബർ 7 അത് പ്രത്യേകപ്പെട്ട ഒരു ദിവസവും കൂടിയാണ്. കാരണം സെപ്റ്റംബർ 7 എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയുടെ ബർത്ത്ഡേ കൂടിയാണ്. താരം പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ദുൽഖർ സൽമാൻ ഈ സിനിമയ്ക്കകത്ത് ഒരു ബാങ്ക് ക്യാഷ്യറുടെ റോളിലാണ് എത്തുന്നത്. 1980-90 കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത്. ആ 1980-90 കാലഘട്ടം മുംബൈ എങ്ങനെയാണോ അതേപോലെ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും ഈ 80 കാലഘട്ടങ്ങളിലെ ബോംബെ തെരുവാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. വലിയ മുതൽ മുടക്കിൽ ഇറക്കുന്ന ഒരു സിനിമയാണ്. ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സിനിമ എത്തുന്നത്. ഇപ്പം സെപ്റ്റംബർ 7-ാം തീയതി ഓണം റിലീസായിട്ട് കേരളത്തിലും സിനിമ റിലീസിനായിട്ട് എത്തുന്നത് വലിയൊരു അപ്ഡേഷൻ തന്നെ. കാരണം കുറെ കാലമായിട്ട് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള പല വാർത്തകൾ വന്നെങ്കിലും പല ഘട്ടങ്ങളിലും സിനിമയുടെ റിലീസിങ് തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. ഓണം റിലീസായിട്ട് എത്തുന്ന മറ്റൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന് പറയുന്ന ഫാന്റസി മൂവിയാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ലാലേട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷപ്പകർച്ച, അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു സിനിമ. അതിലുപരി ഈ ഒരു സിനിമ ഫുൾ 3Dയിലാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. പാൻ ഇന്ത്യൻ സിനിമ ആയിട്ട് തന്നെയാണ് ബറോസും തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അവസാനമായിട്ട് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്ന തിയേറ്ററിലേക്ക് എത്തിയ ഒരു സിനിമയാണ്. 2 ലെജൻഡ് ഒന്നിക്കുന്ന സിനിമ, ലാലേട്ടനും LJPയും ഒന്നിക്കുന്ന സിനിമ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ടായ സിനിമ. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് തിയേറ്ററിൽ ആ സിനിമ വന്നില്ല എന്നുള്ളത് അതിന്റെ വലിയൊരു പരാജയം തന്നെയായിരുന്നു. ആ ഒരു പരാജയത്തിന് ശേഷമാണ് ലാലേട്ടന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ബറോസ് എന്ന സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പം 3 വമ്പൻ സിനിമകളാണ് ഈ ഓണം റിലീസിനായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി വിജയ് നായകനായെത്തുന്ന സിനിമ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസിനായിട്ട് എത്തുന്നു. മറ്റൊന്ന് സെപ്റ്റംബർ 7-ാം തീയതി പ്രത്യേകപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. മമ്മൂട്ടിയുടെ ബർത്ത്ഡേ അന്ന് കുഞ്ഞിക്കാട സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു, ലക്കി ഭാസ്കർ. സെപ്റ്റംബർ 12-ാം തീയതി ബറോസും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ ഒരു താരയുദ്ധം തന്നെ ഉണ്ടാകും. എന്തായാലും കേരളത്തിൽ ആരായിരിക്കും ഓണം കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച